ചെറിയവർക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നൊസ്റ്റാൾജിക് ആയിട്ടാണ് ഇത്. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് തൈര്, 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ തൈരും മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണേ. അപ്പൊ ആദ്യം നമുക്ക് ഈ 1/4 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കേ. പഞ്ചസാര നല്ലോണം പൊടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 മുട്ടയുണ്ടല്ലോ, അത് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുക്കാൽ ടീസ്പൂണ് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ അകത്തേക്ക്. ഇതെല്ലാതും കൂടി നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് വരെ. മുട്ടയും പഞ്ചസാരയും നല്ലോണം അടിച്ച് പതപ്പിച്ചതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സൺഫ്ലവർ ഓയിലും തൈരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടി അടിച്ചെടുക്കേ. അടിച്ചെടുത്ത ബാറ്ററി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിൽ തീരെ വെള്ളമൊന്നും പാടില്ല കേട്ടോ. ഒരു സ്ട്രെയിനർ വെച്ചിട്ട് എടുത്ത് വെച്ചിരിക്കണ 1/2 കപ്പ് മൈദ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കില്ലേ. നല്ലോണം അരിച്ചു കൊടുക്കാം നമുക്കത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ദോശപ്പാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററിന്റെ പകുതി കൊണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചെറിയ പാൻ ആയതുകൊണ്ടാണ് പകുതി ഒഴിച്ചിരിക്കുന്നത്. വലിയ പാനാണെങ്കിൽ നമുക്ക് ഒറ്റ പാനിൽ ഉണ്ടാക്കാവുന്നുള്ളൂ കേട്ടോ. ടാപ്പ് ചെയ്ത് കൊടുക്കേ. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് നമുക്ക് ഒരു പഴയ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ദോശക്കല്ല് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലൂടെ നമ്മൾ ദോശപ്പാന് വെച്ചു കൊടുക്കാം. ഇതൊരു മൂടി കൊണ്ട് മൂടിക്കൊടുക്കേ. ഇതിന് ചെറിയ ഹോളുണ്ട്, അത് അടച്ചിരിക്കണാണ് കേട്ടോ പേപ്പർ വെച്ചിട്ട്. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാവേ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേക്കിന്റെ. അപ്പൊ നമുക്ക് തുറന്നു നോക്കേ. ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കട്ടോ. അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കണില്ല. അപ്പോൾ നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വിടിയിച്ചു കൊടുക്കുക സൈഡിൽ നിന്നൊക്കെ. ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇത് തട്ടി കൊടുക്കേ. ഇതിൻ്റെ സൈഡ് 4 വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നീക്കി കൊടുക്കുക. ഇതിന് ചൂടോടെ തന്നെ നമുക്കിതൊന്ന് ചുരുട്ടി കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡൊന്ന് അങ്ങനെ ചുരുട്ടി വയ്ക്കാം. ചൂടോടുകൂടി തന്നെ റോൾ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവേ. ഇതിങ്ങനെ ചൂടാറാനിരിക്കട്ടെ. അപ്പോഴേക്കും ഇതിലേക്ക് കോട്ടിങ്ങിന് ആവശ്യമുള്ള മിക്സഡ് ഫ്രൂട്ട് ജാമും വിപ്പിംഗ് ക്രീമും റെഡിയാക്കേ. 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇത് കട്ടൊന്നുമില്ലാതെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ. വിപ്പിംഗ് ക്രീം നല്ലോണം വിസ്ക് വെച്ചിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോൾ ചെയ്ത് ചെയ്യുന്ന സ്വിസ് റോളിൻ്റെ ബേസ് ഉണ്ടല്ലോ, ഇതൊന്ന് നിവർത്തി എടുക്കും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കണ ജാമ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് കൊടുക്കാം. എൻഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, അതല്ലെങ്കിൽ കൂടുതലായി പോയി. അപ്പം ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുള്ളും ജാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം സ്ക്വയർ ആക്കാൻ വേണ്ടി കട്ട് ചെയ്ത പീസസ് ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് അതിൽ കോട്ട് ചെയ്തെടുത്താലും മതി. ഇത് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഫുൾ എല്ലാ സൈഡും. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യേ. ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. നേരല്ലേ നമ്മൾ കുറച്ച് നേരങ്ങൾ ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമും ജാമൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കട്ടിയാക്കിയിട്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരമില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് കട്ട് ചെയ്യണേ. ഇതിൻ്റെ ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ കൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കില്ല, അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി വലിപ്പം ഉണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി റോളും കൂടി വരും കേട്ടോ. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് ഇത്രയും വന്നത്. ഇനി ഇതിൻ്റെ മുകളിലൂടെ ആയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര അങ്ങനെ വെതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് സ്വിസ് റോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സോഫ്റ്റാണ്. നമ്മൾ വെതറിയ പഞ്ചസാരയില്ല, അതിങ്ങനെ ഇടയ്ക്ക് കടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ആ ടേസ്റ്റും ജാമിൻ്റെ മധുരവും എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.